നമ്മുടെ സ്കൂളിൽ കോളേജിൻ്റെ ഒരു ചുവടുവെപ്പ് കൂടി നടക്കുകയാണ്. ബയോടെക്നോളജി വിഭാഗത്തിന് ഒരു പ്രത്യേക ബ്ലോക്ക് നിർമ്മിക്കുന്ന ചടങ്ങാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇത് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോളേജ് തുടങ്ങുമ്പോൾ എൻ്റെ പിതാവാണ് കോളേജ് തുടങ്ങിയത്. അതിനുശേഷം 2001 ഞാൻ വരുമ്പോഴാണ് ഈ KSRTC ജീവനക്കാരുടെ സംഘടനയുമായി എന്നും വഴക്കായിരുന്നു. ഈ വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്ത് കിടന്ന സ്ഥലമാണ്, പാപ്പനംകോട് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിരുന്നു. ഇത് വിട്ടുകിട്ടാൻ വേണ്ടി വലിയ പോരാട്ടമായിരുന്നു. പക്ഷേ ഒടുവിൽ ഞാൻ അവരുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഒരു സമവായത്തിലെത്തുകയും അങ്ങനെയാണ് ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം നമുക്ക് കിട്ടുന്നത്. അത് KSRTC ഒരു ഭാഗമായ ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ ഭാഗികമായി പ്രവർത്തിച്ചു വന്നൊരു സ്ഥാപനമാണ്. 95 തുടങ്ങിയെങ്കിലും 2001 2002 കാലഘട്ടത്തിൽ ഞാനാണ് ഈ സ്ഥലം KSRTC ജീവനക്കാരുമായി ചർച്ച ചെയ്ത് മാറ്റിയെടുക്കുന്നതും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതും ഞാനാണ്. പക്ഷേ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് എൻ്റെ പിതാവാണ്. പക്ഷേ ഡിസൈൻ ചെയ്തതും അന്ന് എല്ലാത്തിനും മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഈ കോളേജുമായിട്ടൊരു വല്ലാത്ത ബന്ധമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങുകളിലെല്ലാം പ്രധാന വികസനത്തിലെല്ലാം പങ്കാളിയാവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഏറ്റവും കൂടുതൽ ഞാൻ 2001 ഈ ബയോടെക്നോളജി തുടങ്ങുന്നത്. അപ്പോൾ ബയോടെക്നോളജി വല്ലാതെ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു കോഴ്സാണ് എന്ന് അന്ന് പല വിദഗ്ധരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബയോടെക്നോളജി ഇവിടെ തുടങ്ങുന്നത്. അന്ന് വേറെ ഇവിടെ അടുത്തൊരു കോളേജിലും ബയോടെക്നോളജി ഇല്ല. ഓട്ടോമൊബൈലാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അത് KSRTCയുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങുമ്പോൾ. ഓട്ടോമൊബൈൽ ഉണ്ടാക്കുന്നത് എൻ്റെ പിതാവാണ്. അദ്ദേഹമാണ് ഓട്ടോമൊബൈൽ വേണം എന്ന് നിർബന്ധപ്പെടുത്തി. പിന്നെ എൻ്റെ മനസ്സിലെ ആശയം അന്ന് നാനോ ടെക്നോളജിയിലേക്ക് മാറണം എന്നാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ കോളേജിൽ 2 പുതിയ കോഴ്സുകൾ ഉണ്ടാക്കണം. വളരെ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും അത്യന്താപേക്ഷിതമായ 2 കോഴ്സ്. ഒന്ന് നാനോ ടെക്നോളജിയിൽ ഒരു കോഴ്സ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് പ്രിൻസിപ്പലും മറ്റുള്ള അധ്യാപകരും വിദഗ്ധരും ചേർന്ന് ആലോചിക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു കോഴ്സ് ഞാൻ പറയാം. എൻ്റെ മനസ്സിലൊരു ആശയമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ ആശയങ്ങൾ അടിച്ചുവിടും, ചിലപ്പോൾ അതങ്ങ് നടക്കും. ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്താൻ ട്രാൻസ്പോർട്ട് സ്പെഷ്യൽ സെക്രട്ടറിയായ ശ്രീ നൂഹ് IAS ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതൊന്ന് അതിൻ്റെ കാര്യം പറയാൻ സിവിലുമായി ബന്ധപ്പെട്ടതാണ്. സിവിൽ കൺസ്ട്രക്ഷനോടൊപ്പം റോഡ് ഡിസൈനിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ റോഡുകൾ ശാസ്ത്രീയമായല്ല ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ പല റോഡുകളും വളരെ മനോഹരമായി പണിതീരുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുകയും മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം കൂടി വരികയാണ്. റോഡ് നവീകരിച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് ഇല്ലാത്ത ഒരു റോഡിൽ ഒരു 6 സ്ഥലത്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവുകയാണ്. നിരന്തരമായ അപകടവും മരണവും സംഭവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത്, എവിടെയാണ് വളവ് എവിടെയാണ് ഐലൻഡ്, ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഫ്ലൈ ഓവർ എങ്ങനെ വന്ന് ഇറങ്ങണം എന്നിപ്പോഴില്ല. ഫ്ലൈ ഓവർ അങ്ങ് പണിയുന്നു എന്നുള്ളത് നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തൂണുകൾ ഇരിക്കുന്ന കണ്ടാൽ ആ വഴി ഒരു വണ്ടി താഴെ. ഈ അടുത്ത കാലത്ത് വൈറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു വലിയ ശ്രമം നടത്തി. 1.5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് വൈറ്റിലെ കുരുക്കഴിക്കാൻ വേണ്ടി. എന്താ കാര്യം? ഈ തൂണുകൾ അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ചപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ എന്ത് സംഭവിക്കും? താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു. ആകെ കുരുക്കായി. ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും, മേളിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ അവിടെ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിൽ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങും തിരിയാനൊക്കെ കാരണം തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അതിന് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞ്. ഇപ്പോൾ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ്. താഴെ മൊത്തം സിമെന്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി തിരിയില്ല, ബസ് തിരിയാൻ പറ്റില്ല, കാറ് തിരിയാൻ പറ്റില്ല. ആകെ കുഴപ്പമാണ്. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതാണ് പ്ലാനിങ്ങിൽ. അപ്പം ഞാൻ പറയുന്നത് സിവിൽ വിഭാഗവുമായി ബന്ധപ്പെടുത്തി റോഡ് ഡിസൈനിങ് ഓട്ടോമൊബൈലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്ന ഒരു വണ്ടി എന്ത് റേഡിയസിൽ തിരിയും, ഏത് കർവിലാണ് തിരിയാൻ പറ്റുന്നത്, അപകടമില്ലാതെ തിരിയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് 2 കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് തുടങ്ങുക. സിവിലിൻ്റെ തന്നെ ഓട്ടോമൊബൈൽ ഈ ട്രാഫിക് ഡിസൈനിങ്. എൻ്റെ മകൻ പഠിച്ചത് ഈ ട്രാഫിക് ഡിസൈനിങ്ങും ഓട്ടോമൊബൈൽ ഡിസൈനിങ്ങും. അവൻ ലണ്ടനിൽ പോയാണ് പഠിച്ചത്. അവിടെ ആ കോഴ്സ് ഉണ്ട്, ഇവിടെ ഇല്ല. നമ്മൾ അത്തരത്തിലുള്ള കോഴ്സ് കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ പഠിച്ചതല്ല. അവൻ പഠിച്ച ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആൻഡ് ട്രാഫിക് ഡിസൈനിങ് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല. സിവിൽ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ PWDയിൽ ജോലി കിട്ടുന്ന ഒരാൾ, ആ വ്യക്തിക്ക് എന്ത് വന്നാലും റോഡ് ഡിസൈൻ ചെയ്യുന്നതെങ്ങനെ അറിഞ്ഞുകൂടെ? ഇപ്പോൾ ഉള്ള റോഡിനെ ടാർ ചെയ്യുക, അവിടെ കടയെല്ലാം പൊളിക്കുക, വീതി കൂട്ടുക, അങ്ങനെ പോവുക. അപകടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഞങ്ങളെ പരിശോധിച്ചപ്പോൾ ഈ പുതിയതായി പണിത റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സ്പോട്ട് വരുന്നത്. 6 ബ്ലാക്ക് സ്പോട്ടൊക്കെ ഒരു സ്ഥലത്ത് പുതുതായി പണി കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കാനൊക്കെ ചെയ്യണമെന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ
അവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ കാണാം. സിവിൽ ഓട്ടോമൊബൈൽ ഈ റോഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു ശാഖ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് കെട്ടിടം പണിയാൻ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയാം, പക്ഷേ റോഡ് പണിയുന്നതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനം ആരും നേടിയിട്ടില്ല. അപ്പോൾ ആ റോഡുകൾ ഇപ്പോൾ മദ്രാസിൽ പോയ കത്തിപ്പാറ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ പല പല ഫ്ലൈ ഓവറാണ്. അത് പിന്നെ അതിൻ്റെ പുറത്തുള്ള വേറെയും ഫ്ലൈ ഓവർ വരെയാണ്. പക്ഷേ ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും നമ്മളൊരു ട്രാക്ക്, ഒരു ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തേണ്ട കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകും. ഒരു ഫ്ലൈ ഓവറിലാണ് ഇതെല്ലാം തിരിയുന്നത്. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാ റോഡുകളും ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ അപകടരഹിതമായി കൊണ്ടുപോകാനുള്ള, അപകടം വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവണം. നമ്മളിപ്പോൾ KSTP റോഡ് എങ്ങനെയാണ് പണിയെന്നറിയാം. ഗൂഗിൾ മാപ്പ് എടുത്തു വെച്ചിട്ട് ഒരു കമ്പനിയിൽ ഇരുന്ന് ബോംബെയിലോ ഡൽഹിയിലോ ഇരുന്ന് വരയ്ക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ റോഡ് കാണുന്നു, ആ റോഡിനെ വീതി കൂട്ടുന്നു, പറ്റുന്നിടത്തെല്ലാം നേരെയാക്കുന്നു, സ്ഥലമുള്ളിടത്ത് എടുക്കുന്നു, അല്ലാത്തടത്ത് അങ്ങ് പോകുന്നു. അവിടെ സൈഡിലുള്ള കെട്ടിടങ്ങൾ കുഴിക്കകത്ത് പോയോ, കെട്ടിടങ്ങൾ മലയുടെ മേളിലായി പോയോ ഒന്നും ഒരു പ്രശ്നമല്ല. മണ്ണങ്ങെടുത്തു, കാറും വീടും ഒക്കെ മേളിൽ കിടപ്പുണ്ട്, കുഴിക്കകത്ത് കിടക്കുന്നവർ കയറാൻ നിവൃത്തിയില്ല. അങ്ങനെ റോഡ് ഇത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ റോഡ് ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രാദേശികമായ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി, അവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കി അത് ചെയ്യണം. അത് ചെയ്യുന്നതിനുള്ളൊരു കോഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളതിനൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം യൂണിവേഴ്സിറ്റിയിൽ എന്ന് ഞാൻ ശ്രീ നൂഹിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിൻസിപ്പലിനോടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു നല്ല കോഴ്സ് നമുക്ക് തുടങ്ങണം. ഞാൻ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപന കർമ്മവും വളരെ സ്നേഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങൾ ഈ KSRTCയിലെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ ഇൻവെൻഷൻസ്, നിങ്ങൾ പഠിക്കുന്ന ഓട്ടോമൊബൈലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് ഇൻവെൻഷൻസ് നടത്താനുള്ള ഒരു ലാബ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ KSRTC MD ഇവിടെ പഠിച്ച ആളാണ് പ്രമോദ് ശങ്കർ, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് യൂസ് ചെയ്യണം. അവിടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ KSRTC ജോലി ചെയ്യുന്ന വിനോദ് ഇവിടെ ഉണ്ട്. വിനോദ് ഒരു 4-5ഓളം സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേറ്റന്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അവസാനം ഞാൻ കണ്ടത് ഇന്നിപ്പോൾ അദ്ദേഹം ഓൾവോയുടെ ബ്രേക്ക് ഡിസ്ക് കിട്ടാത്തൊരു പാർട്സാണ്, അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ സമയം കിട്ടില്ല, നാളെ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പുതിയ Euro 6, Euro 4 ഉള്ള വണ്ടികളിൽ നമ്മൾ ഈ ആഡ് ബ്ലൂ ചേർത്ത് വരുമ്പോൾ ഈ എക്സോസ്റ്റിലൂടെ പുക പുറത്തേക്ക് വരുന്ന ഫിൽറ്റർ ചെയ്യുന്നൊരു ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ ചോക്ക് ചെയ്യും ചില സമയത്ത് കയറിയിട്ട്. അപ്പോൾ ഈ ഫിൽറ്റർ നമ്മളൊരു 1,00,000 കിലോമീറ്റർ ഓടുന്നതിലേക്ക് മാറ്റി 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും. കാറിലൊക്കെ ആണെങ്കിൽ അത് ഷോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തള്ളിക്കളയാനുള്ള സംവിധാനമുണ്ട് ചില കാറുകളിലൊക്കെ, മഹേന്ദ്രയുടെ വണ്ടിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് 10,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. മദ്രാസിൽ അയച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ വിനോദ് ഒരു മെഷീൻ കണ്ടുപിടിച്ച മെഷീൻ്റെ ചിലവ് 11,000 രൂപയാണ്. ഒരു ദിവസം 4 ഫിൽറ്ററുകൾ ആ മെഷീനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് പ്യുവർലി പാപ്പനംകോട് ഡിപ്പോയിൽ വിനോദ് കണ്ടെത്തിയ, അദ്ദേഹം ഇൻവെന്റ് ചെയ്ത, അദ്ദേഹം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ്. ഇത്തരം ഉപകരണങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ അത് പോയി കാണുകയും ഒരു ശാസ്ത്രജ്ഞയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി വേണം പഠിക്കാൻ. അല്ല എനിക്ക് PWDയിൽ ഒരു എഞ്ചിനീയർ ആവണം, വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ ആവണം, അതല്ല നമ്മുടെ ലക്ഷ്യം. ശാസ്ത്ര രംഗത്ത് എങ്ങനെ വളർന്നു വരാം എന്ന് ചിന്തിക്കണം. അത് എൻ്റെ റിക്വസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കാണുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അത് പൂർത്തീകരിക്കാനുള്ള സൗകര്യം KSRTCയുടെ പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ചെയ്തു തരും.